സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മികച്ച വിഭാഗങ്ങളിൽ ഒന്നാണ് സൈബർ സെൽ. സ്മാർട്ട് ഫോണുകളുടെയും ഇന്റർനെറ്റ് ഉപയോഗവും കൂടിയതുമൂലം ധാരാളം പരാതികളാണ് സൈബർ സെല്ലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിനെക്കുറിച്ച് പരിശോധിക്കാം. ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ഉപയോഗം വ്യാപകമായതുമൂലം സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഈ വർഷം ഇതുവരെ 882 പരാതികളാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസിന് ലഭിച്ചത്. 17.38 കോടി രൂപ ഇതിനകം നഷ്ടമായി. കബളിപ്പിക്കപ്പെട്ടു എന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് കാരണം ഇതിൽ 3,75 ലക്ഷം രൂപ ബാങ്കിന്റെ സഹായത്തോടെ ഇടപാട് തടഞ്ഞുവെക്കുവാനായി. കഴിഞ്ഞ വർഷം 1860 പരാതികളാണ് ലഭിച്ചത്. 38 കോടിയോളം രൂപ നഷ്ടപ്പെട്ടപ്പോൾ 5,29 ലക്ഷം രൂപ ബാങ്കിന്റെ സഹായത്തോടെ തടഞ്ഞുവെക്കുവാനായി. ധാരാളം അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരും ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നതായി കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ജി ബാലചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രോഡ് വർദ്ധിച്ചു വരികയാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ ധാരാളം പെറ്റീഷൻസ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല വിഭാഗം ജനങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം കൂടുതലായിട്ട് വിദ്യാഭ്യാസവും വർക്കിംഗ് എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആൾക്കാരെ പോലും ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഫോൺ കോളിലൂടെ വിളിച്ച് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ് അവരെ ആകർഷിപ്പിച്ച് അങ്ങനെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. വെബ്സൈറ്റ് ലിങ്കിലേക്ക് അതിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൻ്റെ ഏതെങ്കിലും ഒരു അംഗീകൃത സൈറ്റിൽ നിന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില സൈറ്റാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ അതിൽ കൂടുതൽ പൈസ നിക്ഷേപിച്ച് കുറേ പ്രാവശ്യം വീണ്ടും ചോദിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതിലാകൃഷ്ടരായി വീണ്ടും പൈസ നിക്ഷേപിക്കും. പിന്നെ ഒരു പോയിന്റിലെത്തുമ്പം ഈ വെബ്സൈറ്റ് ഡിസപ്പിയർ ചെയ്യുക. അപ്പോഴാണ് പൈസ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. പണം നഷ്ടമായെന്ന് തിരിച്ചറിഞ്ഞാൽ സൈബർ സെൽ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിച്ചറിയിക്കണമെന്നും പോലീസ് പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. പലരും തട്ടിപ്പിന് ഇരയായി എന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ഇതാണ് സൈബർ സെൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ക്യാമറമാൻ RK ഫിറോസിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.